ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേർ കാത്തിരുന്ന മോളിവുഡിലെ OTT റിലീസുകളിലൊന്നായിരുന്നു കിഷ്കിന്ധ കാണ്ഡം. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഇന്ന് രാത്രി 12 മണി മുതൽ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. ദുൽഖറിന് സീതാരാമത്തിലൂടെ നഷ്ടപ്പെട്ട 100 കോടി ഇപ്പോൾ തെലുങ്കിൽ നിന്ന് തന്നെ ലക്കി ഭാസ്കറിലൂടെ കിട്ടിയിരിക്കുകയാണ്. സീതാരാമത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ 98 കോടി രൂപയോളമായിരുന്നു. ലക്കി ഭാസ്കർ ദുൽഖറിൻ്റെ കരിയറിലെ ആദ്യ 100 കോടി സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. മലയാള നടന്മാർക്ക് ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഇനി നേടാൻ സാധ്യത കുറവുള്ള റെക്കോർഡാണ് ദുൽഖർ ഇപ്പോൾ അന്യഭാഷാ സിനിമയിലൂടെ 100 കോടി അടിച്ചുകൊണ്ട് സ്വന്തമാക്കിയത്. 19 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 20 കോടി 30 ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് 33 കോടി 50 ലക്ഷം രൂപയും ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 102 കോടിയും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. സൂര്യ ശിവ കോംബോയിൽ വന്ന പീരീഡ് മാസ് എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരുന്നു കങ്കുവ. ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് വീക്കെൻഡ്, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ 4 ദിവസത്തെ കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. സിനിമാ ടീം 3 ദിവസം കൊണ്ട് 127 കോടി രൂപ നേടിയെന്ന് ഇട്ടെങ്കിലും ട്രാക്കിംഗ് പേജുകൾ പുറത്തുവിട്ട കളക്ഷനിൽ 4 ദിവസമായിട്ടും സിനിമ 100 കോടി എത്തിയിട്ടില്ല. പ്രമുഖ ട്രാക്കിംഗ് പേജുകളൊക്കെ പുറത്തുവിട്ട കളക്ഷൻ പ്രകാരം 4 ദിവസം കൊണ്ട് ചിത്രം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് 5 കോടി 90 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ നിന്ന് 26 കോടി 65 ലക്ഷം രൂപയും ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആകെ മൊത്തത്തിൽ 4 ദിവസം കൊണ്ട് 63 കോടി 35 ലക്ഷം രൂപയും വിദേശത്ത് നിന്ന് 21 കോടി 15 ലക്ഷം രൂപയും ചിത്രം നേടിയിട്ടുണ്ട്. സിനിമയുടെ 4 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 84 കോടി 50 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.